ഇന്ന് കോടതിയിൽ പൾസർ സുനി വന്നത് കിയ കാറിലാണ് വന്നത്, ആഡംബര കാറിലാണ് വന്നത്. മാത്രമല്ല പൾസർ സുനിയുടെ ഒരു അപ്പിയറൻസിൽ തന്നെ മാറ്റം സാർ അഞ്ജന ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതായത് കുറച്ച് കൂടുതൽ സുന്ദരനായി അല്ലെ, ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി. ജയിലിൽ പോയ പൾസർ സുനി അല്ല നമ്മളിപ്പോ കാണുന്ന പൾസർ സുനി. ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കേരളത്തിൽ നടന്നിട്ടുള്ള മറ്റുള്ള പ്രമാദമായ ലൈംഗിക അതിക്രമ കേസുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞിരുന്നാൽ അതിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൊറാലിറ്റി പ്ലേയിലാണ് നിൽക്കുന്നത്. ആ സംഭവങ്ങളുടെ പിന്നിൽ നടക്കുന്ന അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കോണമി, ഇതിൻ്റെ സമ്പത്ത് എവിടെ നിന്ന് വരുന്നു? കാരണം ഇതിലെല്ലാം തന്നെ ഭാരിച്ച ചെലവിലുള്ള പണച്ചെലവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പത്തിൻ്റെ ഒഴുക്കും ഉള്ള ഒരു സംഭവം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്ന ബ്ലാക്ക് മെയിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഈ സംഭവങ്ങളെ വിശദീകരിക്കാനായിട്ട് ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ലതുപോലെ ഉപയോഗിക്കുന്നത് ഇപ്പം അമേരിക്കയിലെ മറ്റേ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ആ എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട സാധനമാണ് ബ്ലാക്ക് മെയിൽ ക്യാപിറ്റലിസം എന്നുള്ള നിലയിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പൊ ദിലീപിന്റെ സംഭവമായതിനു ശരി, ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സംഭവം, മീ ടു അല്ലെങ്കിൽ ഐസ്ക്രീം പാർലർ, ഇങ്ങനെയുള്ള കേരളത്തിലെ മുഴുവൻ ഈ നമ്മൾ പറയുന്ന സെക്സ് സ്കാൻഡൽസ്, ഈ സെക്സ് സ്കാൻഡൽസിന്റെ ഒരു പൊളിറ്റിക്കൽ എക്കോണമി എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ട. പ്രത്യേകിച്ച് കേരളത്തിലെ ഈ സ്ത്രീപക്ഷവാദികളായ ആളുകളെല്ലാം തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്.